ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ മഹാനായ പൗലോസ് ഭാഗം 201. വളരെ സംഘർഷം നിറഞ്ഞ ഒരു അധ്യായമാണ് അപ്പോസ്തല പ്രവൃത്തി 21 അധ്യായം. പൗലോസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം കേട്ട് കൂടെ ആയിരുന്നവർ മുഴുവൻ പേരും സന്തോഷിച്ചുവെങ്കിലും യെരുശലേം സഭയിൽ പരീക്ഷാപക്ഷത്തിന് കാര്യമായ ഒരു സ്വാധീനമുണ്ടായിരുന്നു. പൗലോസിനെ അവർ നയപ്രമാണ വിരോധിയായും ജാതികളെ യഹൂദന്മാർക്കൊപ്പം ഉയർത്തുന്ന ഒരു ദുരുപദേശകനായുമിട്ടാണ് കണ്ടിരുന്നത്. യാക്കോബ് അത്രത്തോളം പോയിരുന്നില്ലെങ്കിലും അവരോട് ഒരു സഹിഷ്ണുതാ മനോഭാവമാണ് പ്രദർശിപ്പിച്ചു വന്നിരുന്നത്. അതുകൊണ്ട് അവരെ ഒന്ന് പ്രീണിപ്പിക്കുവാനും അതേസമയം പൗലോസിനെ യെരുശലേം സഭയുമായി ഒന്ന് അടുപ്പിക്കുവാനും യാക്കോബ് ആഗ്രഹിച്ചു. പൗലോസിൻ്റെ ക്ഷാമകാല സന്ദർശന സമയത്തേക്കാൾ കൂടുതൽ യഹൂദ മതാചാര നിമിത്തമായി കഴിഞ്ഞിരുന്നു യെരുശലേം സഭ ഇപ്പോൾ. കാരണം ഇതിനകം ഒരു നല്ല സംഖ്യ സീനിയർ ക്രിസ്ത്യാനികളായി മാറിക്കഴിഞ്ഞിരുന്നു. അവർ ന്യായപ്രമാണ തൽപരരായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വേണം യാക്കോബിൻ്റെ നീക്കങ്ങളെയും നാം മനസ്സിലാക്കുവാൻ. അതെ, യഹൂദ ക്രിസ്ത്യാനികൾ പൗലോസിനെ യഹൂദ കർമാചാരങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുവാനുള്ള ഒരു അവസരം സൃഷ്ടിച്ചു കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ യെരുശലേം സഭയിൽ ഈ യഹൂദ ക്രിസ്ത്യാനികൾ വളരെയധികം സ്വാധീനവും പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. പത്രോസും യോഹന്നാനും ബർണബാസും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയതിനാൽ ഇവിടെയുള്ള വിശ്വാസികൾക്ക് യഹൂദ മതാനുസാരികളായി മാറുവാൻ വേഗത്തിൽ കഴിഞ്ഞു. അവിടെ വർദ്ധിച്ച സ്വാധീനം മൂലം യാക്കോബ് അപ്പോസ്തലൻ്റെ ഈ സ്വാധീന ശക്തി ക്ഷയിച്ചു പോവുകയും ചെയ്തിരുന്നു. ആകയാൽ അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട് യഹൂദന്മാരുടെ കർമാചാരങ്ങൾ ചെയ്യിക്കുവാൻ സഭയിലെ മൂപ്പന്മാർ നിർബന്ധിതരായി. ക്രിസ്തീയ വിശ്വാസികൾ നയപ്രമാണത്തിലെ കർമാചാരങ്ങൾ ആചരിക്കേണ്ടതില്ല എന്നുള്ള പൗലോസിൻ്റെ പഠിപ്പിക്കലിനെ യഹൂദ ക്രിസ്ത്യാനികൾ വകവെച്ചു കൊടുത്തില്ല എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 9:20 വെളിച്ചത്തിൽ പൗലോസ് യഹൂദനെ നേടേണ്ടതിന് യഹൂദനെ പോലെ ആകാൻ ഇവിടെ തീരുമാനിക്കുകയാണ്. പക്ഷേ ഗലാത്യർ 3:1 മുതൽ 3 വാക്യങ്ങളിൽ താൻ എഴുതിയത് ഇങ്ങനെയാണ്: അതെ, ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിക്കുന്നത് പോലെയായി ഇവിടുത്തെ ഈ പ്രവൃത്തിയും. ഏതായാലും ഈ പദ്ധതി ഒരു സമ്പൂർണ്ണ പരാജയത്തിലാണ് കലാശിച്ചത്. അക്കാര്യങ്ങൾ ഇങ്ങനെയാണ്. പൗലോസിൻ്റെ പ്രസംഗം കേട്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയെങ്കിലും മുൻവിധികൾ മുറ്റിനിന്നു മുരടിച്ച മനസ്സായിരുന്നതിനാൽ പ്രത്യേക ആവേശമൊന്നും അവർക്കുണ്ടായില്ല. പൗലോസിൻ്റെ എഫെസോസിലെ അനുഭവങ്ങളോ ഇല്യൂര്യ വരെ സുവിശേഷം എത്തിക്കുവാൻ കഴിഞ്ഞതോ അതൊക്കെ പോയിട്ട് യെരുശലേം സഭയിലെ ദരിദ്രർക്ക് വേണ്ടി ധനം സമാഹരിച്ചതിൻ്റെ പിന്നിലെ അധ്വാനമോ ഇവരിൽ ആർക്കും ഒരു ചലനവും ഉണ്ടാക്കിയില്ല. അപ്പോഴെല്ലാം അവർ ചിന്തിച്ചു കൊണ്ടിരുന്നത് പൗലോസിൻ്റെ സ്വാതന്ത്ര്യ സുവിശേഷത്തിനെതിരായിട്ടാണ്. അതുകൊണ്ട് ഒരു നന്ദി വാക്കിനോ അഭിനന്ദനത്തിനോ ഇവിടെ സ്ഥാനമുണ്ടായില്ല. എന്നാൽ യാക്കോബ് ഒരു കാര്യം പറഞ്ഞു: സഹോദര, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര അധികം ഉണ്ടെന്ന് നീ കാണുന്നുവല്ലോ. അവരെല്ലാവരും ന്യായപ്രമാണ തൽപരന്മാരാകുന്നു. മക്കളെ പരിച്ഛേദന ചെയ്യരുത് എന്നും നമ്മുടെ മര്യാദ അനുസരിച്ച് നടക്കരുതെന്നും നീ ജാതിയിടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞ് മോശയെ ഉപേക്ഷിച്ചു കളയുവാൻ ഉപദേശിക്കുന്നു എന്ന് ഇവർ നിന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നു. ആകയാൽ എന്താകുന്നു വേണ്ടത്? നീ വന്നിട്ടുണ്ട് എന്ന് അവർ കേൾക്കും നിശ്ചയം. ഞങ്ങൾ നിന്നോട് ഈ പറയുന്നത് ചെയ്യുക. നേർച്ചയുള്ള 4 പുരുഷന്മാർ ഞങ്ങളുടെ ഇടയിലുണ്ട്. അവരെ കൂട്ടിക്കൊണ്ട് അവരുടെ കൂടെ നിന്നെ ശുദ്ധി വരുത്തി അവിടെ തല ക്ഷൗരം ചെയ്യേണ്ടതിന് അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുക. എന്നാൽ നിന്നെക്കൊണ്ട് കേട്ടത് ഉള്ളതല്ല എന്നും നീയും ന്യായപ്രമാണത്തെ ആചരിച്ച് ക്രമമായി നടക്കുന്നവനെന്നും എല്ലാവരും അറിയും. വിശ്വസിക്കുന്ന ജാതികളെ സംബന്ധിച്ചോ അവർ വിഗ്രഹാർപ്പിതവും രക്തവും ശ്വാസമുട്ടിച്ചത്തതും പരസംഗവും മാത്രം ഒഴിഞ്ഞിരിക്കണം എന്ന് വിധിച്ച് എഴുതി അയച്ചിട്ടുമുണ്ടല്ലോ. ഇതായിരുന്നു യാക്കോബിൻ്റെ വാക്കുകൾ. ഇതിന് ഒരു നിർഭാഗ്യകരമായ ഒത്തുതീർപ്പെന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. പൗലോസിനെ വളരെയധികം ചൊടിപ്പിക്കാവുന്ന ഒരു നിർദ്ദേശമായിരുന്നു യാക്കോബിൻ്റെ ഈ വാക്കുകൾ. എങ്കിലും യഹൂദ ക്രിസ്ത്യാനികളെ നേടേണ്ടതിന് പൗലോസ് അതിന് തയ്യാറായി എന്നുള്ളതാണ്. മുമ്പൊരിക്കൽ പൗലോസ് തന്നെ ഈ വ്രതം എടുത്തതും നാം ഓർക്കുന്നുണ്ട്. അക്കാര്യം 18 അധ്യായത്തിൽ ഞാൻ വിവരിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ പറയുന്ന ഈ 4 പുരുഷന്മാരുടെ നേർച്ചയും അതുതന്നെയാണ് നാസർ വ്രതത്തെ സംബന്ധിക്കുന്നത്. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.